എന്താണ് ഓക്കെ. അപ്പോ ഞാൻ എൻ്റെ കഥയിൽ നിന്ന് തന്നെ തുടങ്ങിയല്ലേ. അപ്പോ നിങ്ങളെല്ലാവരും ന്യൂജൻ ആൾക്കാരാണെന്ന് ഞാൻ പറയും അല്ലെ. പുതിയ ടെക്നോളജി യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. നമ്മൾ മനുഷ്യർ ജനിച്ച അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാ കാലഘട്ടത്തിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും, സകല പ്രവർത്തനങ്ങളും നമ്മൾ എന്ത് ചെയ്യും? ചേച്ചിയുടെ ഉറങ്ങലെന്ന് പറയട്ടോ, സമയമില്ല, ഉറങ്ങാറായിട്ടില്ല. അപ്പോ മനുഷ്യർ ചെയ്യുന്ന സകല പ്രവർത്തനങ്ങളും ഓരോ നിമിഷവും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഞാനും നിങ്ങളും ചെയ്യുന്ന സകല പ്രവർത്തനങ്ങളും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണത്? നിങ്ങൾ കഴിഞ്ഞ ഒരു 15 വർഷം മുമ്പ് ഉപയോഗിച്ച എന്തെങ്കിലും ഒരു സാധനം ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ? കഴിഞ്ഞ ഒരു 15 വർഷം മുമ്പ് ഉപയോഗിച്ച സ്ത്രീകളുടെ കാര്യം പറഞ്ഞാൽ പാചകം ചെയ്യാൻ വേണ്ടി 15 കൊല്ലം മുമ്പൊക്കെ നമ്മൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ അരകല്ല് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ, ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരല്ലേ. അതുപോലെ 15 കൊല്ലം മുമ്പ് നിങ്ങൾ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട് ചിലപ്പോൾ. അപ്പോൾ ഇപ്പോഴും കല്ലിൽ അലക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. ഞാൻ കല്ലിൽ തന്നെ വസ്ത്രം അലക്കുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാ മേഖലയിലും അപ്ഡേഷൻ വന്നിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ ആദ്യം ഉപയോഗിച്ചുകൊണ്ട് TV ആയിരുന്നോ? എൻ്റെ വീട്ടിൽ TV അല്ല. ഫസ്റ്റ് നമ്മൾ ആദ്യം വാർത്തകൾ കേൾക്കാനൊക്കെ വേണ്ടി റേഡിയോ ഉപയോഗിച്ചുകൊണ്ടിരുന്നല്ലേ. ആ റേഡിയോയിൽ നിന്ന് അപ്ഡേറ്റ് ആയി നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TVയിലോട്ട് അപ്ഡേറ്റ് ആയി. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TVയിൽ നിന്ന് നമ്മൾ കളർ TVയിലോട്ട് അപ്ഡേറ്റ് ആയി. ആ കളർ TVയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? സ്മാർട്ട് TVയിലോട്ടും അല്ല, അങ്ങനെ ഓരോ നിങ്ങൾ ഓരോ കാര്യങ്ങളെടുത്തോ. നിങ്ങളുടെ ഡ്രസ്സ്, നമ്മുടെ ചെരുപ്പ്, നമ്മുടെ വിദ്യാഭ്യാസം, ഈ അപ്ഡേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടിയത് എവിടെ നിന്നാണ്? അപ്ഡേഷൻ നിങ്ങൾക്ക് എല്ലാം കിട്ടിയത് എവിടെ നിന്നാണ്? നമ്മളുടെ ചുറ്റുപാടിൽ നിന്നാണ് അല്ലേ. നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരാൾ സ്കൂട്ടർ വാങ്ങിച്ചു. ആ സ്കൂട്ടർ വാങ്ങിച്ചപ്പോൾ നിങ്ങൾ നിർബന്ധിച്ച് ഹസ്ബൻഡിനോട് പറഞ്ഞ് സ്കൂട്ടർ വാങ്ങിച്ചു, അദ്ദേഹം അപ്ഡേറ്റ് ആയി. തൊട്ടടുത്തുള്ള ആൾ കാറ് വാങ്ങിച്ചത് കണ്ടുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്ത് കാറ് വാങ്ങിച്ചത് അല്ലേ. അപ്പോൾ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന എല്ലാ അപ്ഡേഷനുകളും നമ്മൾ എന്ത് ചെയ്യും? അത് കോപ്പി അടിച്ചിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. ഇനി ഈ അപ്ഡേഷൻ നടത്താത്ത ആൾക്കാരുണ്ട് ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടിൽ, ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഗൂഗിൾ പേ ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ടോ? ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ടോ? ഉണ്ടോ? ഈ കൂട്ടത്തില് ആരെങ്കിലും ഗൂഗിൾ പേ ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ടെങ്കിലും കൈവോക്കേ. വെരി ഗുഡ്, ഒരാളുണ്ട് കേട്ടാ. എന്താണ് ഗൂഗിൾ പേ ഉപയോഗിക്കാതിരിക്കുന്നത്? കാരണം ഒന്ന് പറയാമോ? ഭയമാണ്. ഓക്കെ. അപ്പൊ ഇദ്ദേഹം ഗൂഗിൾ പേ ഉപയോഗിക്കുന്നപ്പോൾ നിങ്ങൾ എല്ലാവരും ചിരിച്ചു. എന്ത് നിങ്ങളുടെ മനസ്സ് വിചാരിച്ചെന്ന് അറിയോ? വേറെ ഒന്നും വിചാരിക്കുന്നത് കേട്ടോ. ഇയാളെന്ത് പഴഞ്ചനാണ്. നമ്മളൊരു കടയിൽ ചെന്നിട്ട് പേയ്മെന്റ്, ഞാൻ ചേട്ടനെ കുറ്റപ്പെടുത്തിയല്ല, സോറി. നമ്മൾ കടയിൽ ചെന്ന് പേയ്മെന്റ് കൊടുക്കാൻ നേരത്ത് നമ്മൾ ആദ്യം ഗൂഗിൾ പേ എടുത്തിട്ട് ഗൂഗിൾ പേ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലെന്ത് വിചാരിക്കും? ഇയാൾ എന്ത് കച്ചവടക്കാരനാണ്. ഈ കാലഘട്ടത്തിന്റെ ഈ ഒരു ഗൂഗിൾ പേ പോലും ഇല്ലാത്ത ഇപ്പൊ പിച്ചക്കാരുടെ കയ്യിൽ വരെ എന്തുണ്ട്? സ്കാനർ ഉണ്ട്. അവരതുകൊണ്ടാണ് നടക്കുന്നത്. ഇപ്പോ നിലവിലെ ഈ പുതിയ ടെക്നോളജികൾ യൂസ് ചെയ്യാത്ത ആൾക്കാരെ നമ്മൾ എന്താണ് പൊതുവെ വിളിക്കുന്നത്?